കാരമൽ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ കോൺ എടുക്കുകയാണ്. ഇതൊരു 300 ഗ്രാമിൻ്റെ ടിന്നാണ്. അതിൽ നിന്ന് പാതി ഒരു 150 ഗ്രാമോളമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ഈ കോണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ എണ്ണയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കോണ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ പാത്രം അടച്ചു വെക്കുക. ഏകദേശം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കോണ് ഓരോന്നായി ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ടാകും. നമുക്കത് ഇതിലൂടെ അടപ്പിൻ്റെ ഇതിലൂടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് മുഴുവനായിട്ട് പൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം താഴെ പൊട്ടാതെ ബാക്കിയിരിക്കുന്ന കോണം എല്ലാം താഴേക്ക് ഇറങ്ങി എല്ലാം പൊട്ടി തീരണമെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ഇറക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഏകദേശം ഏതാണ്ടൊക്കെ പൊട്ടി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി കാരമൽ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് നല്ലപോലെ കാരമൽ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. നല്ലപോലെ ഇളക്കി കൊടുത്ത് കരിയാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരമൽ ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞു കഴിഞ്ഞാൽ പോപ്കോണിൽ ചേർക്കുമ്പോൾ ഒരു കയ്പ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം. അപ്പോൾ ബ്രൗൺ നിറത്തിലേക്ക് ആയി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. ബട്ടർ ചേർത്തിട്ട് നന്നായി ഇളക്കിയ ശേഷം ഒരു നുള്ള് ഒരു കാൽ സ്പൂണ് വേണ്ട, കുറച്ച് ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി നല്ല മിക്സ് ചെയ്ത് ചൂട് കൂടാൻ പാടില്ല. അടുപ്പ് ഓഫാക്കിയോ പാത്രം അടുപ്പത്ത് നിന്ന് നമ്മളൊന്ന് മാറ്റിയോ ആ ചൂട് അഡ്ജസ്റ്റ് ചെയ്യണം. കരിയാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇനി ഏകദേശം കാരമൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോപ്കോൺ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും ഈ കാരമൽ പോപ്കോണിൻ്റെ എത്തണം. എന്നിട്ട് നമ്മളതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. കുറച്ച് വലിപ്പമുള്ള പാത്രമാകുമ്പോൾ നല്ല വിട്ട് നിൽക്കും. അപ്പോൾ നമുക്കത് അടർത്തി മാറ്റാനായിട്ട് എളുപ്പമാണ്. ഇതിപ്പോൾ കുറച്ച് ചെറിയ പാത്രമായതുകൊണ്ട് കുറച്ച് തണുക്കുമ്പോൾ അങ്ങനെ കട്ട പിടിച്ച് നിൽക്കും. അപ്പോൾ ഏകദേശം ഇപ്പോൾ തണുത്തിട്ടുണ്ട്. എന്ന് നമ്മൾ അത് ഓരോന്നും നന്നായിട്ട് വിടർത്തി മാറ്റി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് എടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.